വയനാടാണ് ഗൈസ്. അപ്പം വേറെ രണ്ടെണ്ണത്തിന്റെ വഴിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു സ്റ്റെക്കേഷൻ പ്ലാൻ പോയ വഴിക്ക് ഞങ്ങളെ കിട്ടി ഗൈസ്. ഇവരെ വഴിയിൽ നിന്ന് കിട്ടി. ഞാൻ വിചാരിച്ചു നോക്കിയേ സ്റ്റെക്കേഷന് പോകാമെന്ന്. അങ്ങനെയല്ല ഗൈസ്, നമ്മൾ കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇന്ന് സ്റ്റെക്കേഷൻ ഇറങ്ങി. ആൻഡ് ദ തിങ് ഇസ്, ഞാൻ അവിടെ നിന്ന് ഒരു 5 മണീൻ്റെ ബസ്സിന് കയറി. ഇവരവിടെ നിന്ന് ഒരു 4:30 ബസ്സിന് കയറി. ഈ ചേട്ടനെയും കൂടി കാണിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഈ മണ്ടന്മാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആക്ച്വലി എനിക്ക് ബസ്സിന് തീരെ ഉറക്കം കിട്ടിയില്ല. ഞാൻ ഇന്നലെ 1 മണിക്കൂർ കഷ്ടിച്ച് ഞാൻ ഉറങ്ങിയത്. കളി ഉണ്ടായിരുന്നു അർജൻറ്റീനേൻ്റെ. സോ എൻ്റെ അടുത്തൊരു ചേട്ടനായിരുന്നു ബസ്സിൽ, നല്ല ചേട്ടൻ. ഞാൻ ബൂമറി വേണം, ചേട്ടൻ പറഞ്ഞ വേണ്ട. ബൂമറി കാട്ടി എന്നെ മയക്കണ്ടാവുന്ന ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ തീരെ ബസ്സിൽ നിന്ന് ഉറങ്ങിയിട്ടില്ല. ചെറുങ്ങനെ തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റിസോർട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഈ അനന്യയാണ് ഫുൾ ഇൻചാർജ്. ട്രിപ്പിൻ്റെ ഫുൾ ഇൻചാർജ് അനന്യ പ്രവീണാണ്. വാട്ട് ഇസ് ദാറ്റ്? അതുപോലും മനസ്സിലാക്കില്ല, ബുദ്ധി നിൽക്കില്ല. ഇല്ല, മനസ്സിലായില്ല. ഏടിച്ചേ വെയിറ്റ്. അപ്പം ഗൈസ്, നമ്മൾ ഇപ്പം ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ അപ്പമാണ് ഓർഡർ ചെയ്തത്. അപ്പവും ചിക്കൻ സ്റ്റൂ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു. ഉറക്ക് തീരെ ശരിയായതുകൊണ്ട് കണ്ടോ, നിങ്ങൾ മുഖമൊക്കെ എന്തോ പോലെ ഉണ്ട്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ റിസോർട്ടിലെത്തിയിട്ട് കാണിക്കാം. എടുത്തോ. ആറടി വന്നോ? ആ, കൊണ്ടുവരും 6 പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരും. ചെറുപയറാണ് ഗൈസ് കൂട്ടുന്നത്. Guys, morning we should eat good food, that is healthy food, protein. Chicken is also protein, but vegetarian is prescribable. We can make it, but don't we ever just take some chances and stop your thinking and start your living. Get your shoes on, we're going dancing. Guys, അപ്പം നമ്മളിപ്പം റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. അയ്യോ, ചേട്ടൻ എങ്ങോട്ടാന്ന് അറിയില്ല. ഗൈസ്, എൻ്റെ മഴ ഇവിടെ കാണിക്കും. ഇവിടെ എടുത്തിട്ടു ഗൈസ്. 10-200 ടാറ്റു അടിച്ചിട്ട് വന്നിട്ടുണ്ട് കൊച്ചു. ഐ ആം ടോക്സിക്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഈ ചേട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴയൊക്കെ ആയിട്ട് നൈസ് ക്ലൈമറ്റാണ് ഗൈസ്. സോ എൻ്റെ ഇൻട്രോ ക്ലിയർ ആണോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ അവിടെ കിടക്കട്ടെ. പൂച്ച എടുത്തിട്ട് വന്നിട്ടുണ്ട്. പൂച്ചേനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അനന്യ ചേച്ചിയാണ് ഇപ്പം നമ്മുടെ ട്രിപ്പിൽ മെയിൻ. കാരണം ഈ ട്രിപ്പിൽ ഞാൻ ഒന്നും അറിഞ്ഞിട്ടുള്ള ഫുൾ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ആക്കിയത് അനന്യ പ്രവീണാണ്. നമുക്കറിയാം, ഒബ്വിയസ്ലി. ഗൈസ്, അനന്യ പ്രവീണാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ട്രിപ്പ് അങ്ങ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വന്നാലും അനന്യ പ്രവീണാണ് റെസ്പോൺസിബിൾ. അപ്പം നമുക്ക് ലൊക്കേഷൻ അറിയില്ല. വീട്ടുകാർ ചോദിച്ചു, അല്ല വീട്ടിൽ നിന്ന് ചോദിച്ചു ഇങ്ങനെ വയനാട് എവിടെയാണ് റിസോർട്ട്. ഞാൻ പറഞ്ഞ അറിയില്ല, എല്ലാം അനന്യ. എക്സ്ക്യൂസ് മീ. ഞാൻ പറഞ്ഞ അനന്യയാണ് എല്ലാം പ്ലാൻ ചെയ്തത്. സോ അനന്യൻ്റെ ഇതിലാണ് നമ്മൾ പോകുന്നത്. സോ ഞാൻ മറ്റേ ഭയങ്കര കെയർ ഫ്രീ ആയിട്ടാണ് ഗൈസ് വന്നത്.
കുരുന്ന് എപ്പോഴും കെയർ ഫ്രീയാ. സോ യാ, അപ്പം നമ്മളിനി ബൈ ദ വേ അതിൻ്റെ മുന്നേ ഈ ടീഷർട്ട് എങ്ങനെയുണ്ട് ഗൈസ്? ഈ ടീഷർട്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതെൻ്റെ ഫ്രണ്ട് നിഹാലിൻ്റെ ഷോപ്പ് നോക്കി നിഹാൽ ഗിഫ്റ്റ് ചെയ്ത ടീഷർട്ടാണ് ഗൈസ്. അവൻ്റെ ഷോപ്പിൽ എല്ലാവരും കളക്ഷൻസ്, കിടിലൻ കളക്ഷൻസ് ആണ്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം, നല്ല രസമുണ്ട് ഗൈസ്. നല്ല ടീഷർട്ടാണ് അവൻ്റെ ഷോപ്പിലൊക്കെ, പൊളി സാധനങ്ങളാണ്. അപ്പം യാ, ഇനി ഗൈസ് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. Little problems, we could solve them. Try another, but I know you got one. But there's no hurry, the light's calling. In the van we're driving to Austin. അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് റിസോർട്ടിലെത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ എന്തായാലും ചെക്ക് ഇൻ ചെയ്യാൻ അവർ ക്ലീനൊക്കെ ചെയ്ത് കഴിയാൻ ഒരു 10:30 ആവും. സോ നമ്മളതുവരെ ജസ്റ്റ് ഒന്ന് കറങ്ങി, ഏതൊക്കെ സ്ഥലത്ത് ഇവർ നമ്മളെ കൊണ്ടുപോയി, നമ്മളവിടേക്ക് കറങ്ങിയിട്ട് പോന്നു. ഇത് ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം അവരെന്നെ പിക്ക് ചെയ്യാനൊക്കെ വന്നതുകൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സോ യാ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് തലവേദന എടുത്തിട്ട് വരുന്ന വഴിക്ക് നല്ല തലവേദന, കാരണം ഉറക്കം ശരിയായില്ലായിരുന്നു. സോ കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി വണ്ടിയിൽ. ആൻഡ് ഇപ്പോഴാണ് നമ്മൾ എത്തിയത്, 10:30 കഴിഞ്ഞു. സോ യാ, അനന്യ ചേച്ചി അവിടെ പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ്. ഇനി നമുക്ക് ചുറ്റിയൊക്കെ ഒന്ന് കാണാം. റൂമിലൊന്ന് എത്തിയാൽ മതി ഗൈസ്, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. This feels like time is making fun of me, ticking away at the walls and I can barely breathe. This might be my only chance to leave. Let's not miss this opportunity. ഈ അനന്യ നമ്മളെ പറ്റിച്ചു ഗൈസ്, സക്സസ്ഫുള്ളി നമ്മൾ പറ്റിക്കപ്പെട്ടു. നമ്മൾ വീഡിയോയിൽ കണ്ട് കൺഫേം ചെയ്ത റൂം വേറെ, കിട്ടിയ റൂം വേറെ. അനന്യ ചേച്ചീനെ ഞങ്ങളെ ഫ്രണ്ട്, അതെന്തോ ഒരു മിസ്കമ്മ്യൂണിക്കേഷനിൽ നടന്നതാണ്. ബട്ട് നമുക്കിനി വേറെ ഓപ്ഷൻസ് ഇല്ല, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫിൽഡ് ആണ്, സോൾഡ് ഔട്ട് ആണ്. അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റൂം നമ്മളങ്ങ് സെലക്ട് ചെയ്തു, വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്. യാ, അപ്പം അങ്ങനെയാണ്. ഇനി ഒന്ന് ഫ്രഷപ്പായി കുറച്ച് കലാപരിപാടികളുണ്ട്, അതങ്ങോട്ട് നടത്തണം. ആൻഡ് ഇവിടെ 2 ചക്ക വെട്ടിയിട്ട 2 കിടക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ഈ ടീഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തതായിട്ട് പറയില്ല, അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായതുകൊണ്ട് പറയല്ല. ബട്ട് ഇറ്റ്സ് ടു നൈസ്, എനിക്ക് ഇഷ്ടമായി, ഭയങ്കര കംഫർട്ട് ഇടാൻ നല്ലൊരു വൈബുണ്ട്. ഈ ഗൈസ് ഇവിടുത്തെ പാൽപ്പൊടി മൊത്തം കട്ട് തീർക്കുന്നത് നോക്കി. ഇവിടെ ചായ ഉണ്ടാക്കാൻ കലക്കുണ്ടേ ഗൈസ്. ഇവൾ ഈ കാട്ടുവാസി പറ്റിച്ചു ഗൈസ് നമ്മളെ. ഇവള് ഇൻചാർജ് എടുത്തപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു, ഞാൻ പുകഴ്ത്തി. ഞാൻ വിചാരിച്ചു ഇവള് സെറ്റായിരിക്കും. ഇനി കാണാൻ പോകുന്നത് മിനുനമധു പാൽപ്പൊടി കട്ടിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഗൈസ് അറണ്യ കം, അനസ് വിളിക്കട്ടെ, അവനുള്ളത് കൊടുക്കണം. ഗൈസ് അവൻ കാരണമാണ് നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ലീഡ് ചെയ്യുന്നത്. ഗൈസ് നമ്മളിനി ബാക്കി പരിപാടികൾ, ലഞ്ചിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പ്രോൺ ഗീ റോസ്റ്റോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്ക് ചിക്കൻ മാത്രമേ കേട്ടുള്ളൂ. ചിക്കൻ വേണം പറഞ്ഞ് കരയുന്നുണ്ട്. These people will eat fish. I don't eat it. അപ്പം അങ്ങനെ എന്തൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാ അറിയാം ബോയിൽഡ് റൈസ് ചോദിച്ചേ. അവരല്ലെങ്കിൽ വേറെ ഒരു സാധനം തരും, അത് കൊള്ളില്ല, തീരെ കഴിക്കാൻ പറ്റില്ല നമുക്ക്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, അങ്ങനത്തെ റൈസ് വേണം, ഇങ്ങനത്തെ റൈസ് വേണം എന്നൊക്കെ. ഓർഡർ കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഗൈസ് ഇനി ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ഫ്രഷ് ആവലും കലാപരിപാടികളും ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. ഇവിടെ കുറെ ആൾക്കാർ ഭയങ്കര നല്ല നല്ല ഡ്രസ്സസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്, സെക്സി ഡ്രസ്സസ് ഒക്കെ. ഓക്കെ, കണ്ടോ ആ ഡ്രസ്സ് ഒന്ന് കാണിച്ച. സ്കേർട്ട് എവിടെ, കുട്ടി സ്കേർട്ട് എവിടെ? കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ അത്രയും ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടില്ല. ഇതെന്റെ വിജയം ഗൈസ്. ഞാൻ അങ്ങനത്തെ ഒരു സാധനം എടുത്തില്ല, ഞാൻ നോർമൽ ആയിട്ടുള്ള കുറച്ച് തുണി എടുത്ത് പോന്നു. ആൻഡ് ദീസ് ഗൈസ് ഇപ്പം എന്തായി? നിങ്ങൾ നല്ല കാറ്റ് പുറത്ത്. ഇപ്പൊ ഇവര് രണ്ടാളും എന്തായി? അയ്യോ ശകുനം ഗൈസ്, ഇത് എന്റെ വിജയം, എന്റെ വിജയം. ഗൈസ് ഇപ്പൊ ഞങ്ങള് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഫുഡ് വന്നിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തരാം. ഗൈസ് ദിസ് ഇസ് എ വെരി ക്യൂട്ട് പിൻട്രസ്റ്റി ഒരു ടോപ്പാണ്. ഫുഡ് കബാബ് നമ്മൾ കുറച്ച് കഴിച്ചു. ആൻഡ് നമ്മൾ റൈസാണ് പറഞ്ഞത്. ആൻഡ് ഇത് ചോറ്, വാട്ട് ഇസ് ദിസ്? ഇതും ചോറ്, ഇതൊക്കെ കറികൾ. ഇതെന്ത് കറിയാ? നല്ല അയില, ചോറ്, പ്രോൺസ്, ചമ്മന്തി, പപ്പടം, മറ്റേ അയില, പിന്നെ ഉപ്പേരി, പപ്പടം, തൈര്, രസം, അച്ചാറ്, ഇതൊക്കെയാണ് നമുക്കുള്ളത്. ഉപ്പേരി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തി? വിൽട്ടണിലെത്തി ഫുഡ് കഴിക്കാൻ. ആക്ച്വലി നമ്മൾ ടൂറിലൊക്കെ പോയായിരുന്നു, അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നമ്മളിപ്പം സമയം എത്രയായി? 9 മണിയല്ലേ? 9 മണിയായപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. നമ്മൾ വിൽട്ടണിലെത്തി ഫുഡ് കഴിക്കാൻ. ഇവിടുത്തെ കുറച്ച് ഫേമസ് റെസ്റ്റോറൻറ്റ് വിൽട്ടൺ ആണ്. സോ ആൻഡ് ഇവിടെ വന്നപ്പോൾ ഒരിക്കലും ചീസ് കേക്ക് കണ്ണുടഞ്ഞു. ഗൈസ് ആക്ച്വലി നമ്മൾ അവിടുന്ന് ഓക്കെ ഫൈൻ. ആക്ച്വലി നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് സീറ്റ് ചെയ്തു. ഭയങ്കര തണുപ്പ്. ഇവിടെ ഓൾറെഡി തണുപ്പുണ്ട്. വെയിറ്റ് മാം, ഇവിടെ ഓൾറെഡി തണുപ്പുണ്ട് പുറത്ത്. പ്ലസ് ഇവിടുത്തെ തണുപ്പും കൂടി AC കൂടി ആയപ്പം ഭയങ്കരം. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇരുന്നു. പിന്നെ അവരടുത്ത് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് നമ്മൾ ഈ കൊച്ചിന് വന്നപ്പോൾ തന്നെ ചീസ് കേക്ക് കണ്ടു. അപ്പോൾ അവർക്കത് വേണം. അപ്പോൾ ഡെസേർട്ടിൻ്റെ ടൈമിൽ എടുത്താൽ പോരാ, അവർക്ക് അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മൾ ഫിഷ് ഉച്ചക്ക് കിട്ടിയ ലാഭമാണ്. ഡിഫറൻസ് ഉണ്ടാവും. ഉച്ചയ്ക്ക് നമ്മൾ പ്രോൺ ഗീ റോസ്റ്റ് അല്ലേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഓക്കെ ഫൈൻ. അപ്പം നമ്മളിതാ എന്നിട്ട് നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തു. ചിക്കൻ ക്രീമി ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു. പിന്നെ മന്തി ഓർഡർ ചെയ്തു. ഇവരുടെ അതൊരു സ്പെഷ്യൽ. എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. ഭയങ്കര തണുപ്പ്. ഞാനതുകൊണ്ട് എൻ്റെ ഒരു സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറ്റി ഞാൻ ബാക്ക് ടു ഞാൻ ഇതിൽ തന്നെ എടുത്തു. പിന്നെ പുതിയൊരു ഡ്രസ്സിന് നാളെ ഇടാനുള്ളതാണ്. ഇതാണ് ഇവിടെ ഡ്രസ്സ്. ഞാൻ പിന്നെ പുതിയത് എടുത്തിട്ടില്ല, ബിക്കോസ് എനിക്ക് തണുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടീഷർട്ട് തന്നെ എടുത്തിട്ടു. ഭയങ്കര തണുപ്പ്. ഇവിടെ വന്നിട്ട് കുറയ്ക്കാനൊക്കെ പറഞ്ഞത് ഞങ്ങൾ. പുറത്തും തണുപ്പ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഫുഡ് കഴിക്കണം ഇനി. ഇതിനിടയ്ക്ക് നമ്മളൊരു റീലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഗൈസ്. 10 മണിക്ക് എഴുന്നേക്കണേ. നേരത്തെ എഴുന്നേക്കണേ. നേരത്തെ എഴുന്നേക്കണം നിൻ്റെ അടുത്തും. എന്നിട്ട് വേണം നമ്മൾ. അല്ല, ഞാൻ എഴുന്നേക്കും 10 മണിക്കുള്ളിൽ എഴുന്നേക്കും. 10 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് വേണം എഴുന്നേപ്പിച്ചാൽ മതി തന്നെ.
കുറച്ച് റീൽസൊക്കെ എടുക്കാണ്ട്, എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. ഉച്ചയ്ക്ക് ചെയ്യണോ? ഒബ്വിയസ്ലി വൈകിട്ട് ചെയ്താൽ മതി. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഹോട്ട് ഭയങ്കര തണുപ്പ്, എന്താണെന്ന് അറിയില്ല. കൈ കണ്ടില്ലേ തണുത്തിട്ട് ഞാൻ ആ സ്ലീവ്ലെസ് ഒക്കെ മാറ്റി. എനിക്ക് പറ്റത്തില്ല, തണുപ്പ് സഹിച്ചിട്ട് മറ്റേ സ്ലീവ്ലെസ് ഇടാൻ മാത്രം ഞാൻ ആയില്ല. എനിക്ക് വേണ്ടെന്നുള്ളൊരു രീതിയിലെത്തി ഞാൻ. And I don't know how these guys are going with this dress. എനിക്കറിയത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് അങ്ങനെ പഠിക്കണം. ഇവളെ കൊണ്ടും പറ്റും, എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ ഡ്രസ്സ് പഠിക്കണം തണുപ്പത്ത്. We've been with me. You're the king of Carolina. You're the singer, your band's behind you. Crowds around here, they just talk through you. Nothing's better when they love you. Rumor has it, there's an angel. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത്. ഇപ്പോഴല്ല, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഉറക്കം എഴുന്നേറ്റ് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ കിടന്ന് ഉറങ്ങി. ആൻഡ് ഇപ്പോൾ ഒരു 9:30 ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതാണ്. എണീറ്റപ്പോൾ പഴയ പോലെ ഈ അലർജി വരുത്ത്, പ്രത്യേകിച്ച് എസ്പെഷ്യലി മഴക്കാലം തുടങ്ങിയതിൻ്റെ ശേഷം കേട്ടോ. അതുവരെ വലിയ പ്രശ്നമില്ലായിരുന്നു. ഇവർ ഒന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുക. അപ്പം റിസോർട്ടിലെ പുള്ളിയാണ് ബ്രേക്ക്ഫാസ്റ്റ് മാം എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് നിന്നിട്ട് സംസാരിച്ചത്. ആൻഡ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മഴക്കാലം തുടങ്ങിയതിന് ശേഷം എനിക്ക് പിന്നെയും അലർജി വന്നു. ലൈക്ക് രാവിലെ എണീക്കുമ്പോൾ ഫുൾ ഈ സാധനം ചിമ്മലൊക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. നമ്മളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമലാവും. രാത്രി ഉറങ്ങുമ്പോഴും പിന്നെ രാവിലെ വരിക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടോ പ്രശ്നങ്ങളൊക്കെ? എനിക്ക് പിന്നെ ഓൾറെഡി അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്, ഭയങ്കര അലർജീൻ്റെ പ്രശ്നം ഉള്ളതാണ്. ഇച്ചിരി പൊടി പോയാൽ പോലും ഞാൻ ഇവിടെ ഭയങ്കര പ്രശ്നമാവും. അങ്ങനെയാണ്. സോ ഇവരിതുവരെ എഴുന്നേറ്റിട്ടില്ല. സോ വിളിച്ചെണീപ്പിക്കണം. ഒരു മിനിറ്റ്, കണ്ടില്ലേ? അപ്പോൾ ഇവരെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. ആൻഡ് ഇതൊക്കെയാണ് പ്ലാൻ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയാകുമ്പോൾ എനിക്ക് പോകണം. അതൊക്കെ തന്നെയാണ് പ്ലാൻ. അങ്ങനെ ഓവർ വലിയ പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല. സോ ഇവരൊന്ന് പോയി വിളിക്കട്ടെ, എന്താവും ദൈവത്തിനറിയാം. എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഇവരാണെങ്കിൽ കാട്ടുറക്കം. പിന്നെന്താണ് വിശേഷം? ഇവിടെ കുഴപ്പമില്ല റിസോർട്ട്, അത്രേ പറയാനുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഓണർ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു കേട്ടോ. ലൈക്ക് ഫുഡിൻ്റെ കാര്യം ആയിക്കോട്ടെ. എക്സ്ട്രാ നമ്മൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ സാധനമല്ലേ കുടിക്കുമ്പോൾ, മറ്റേ ബാത്ത് ടവല് എല്ലാം ഞങ്ങൾക്ക് എക്സ്ട്രാ തന്നു. പിന്നെന്തായിരുന്നു, പിന്നെ നമ്മൾ കോഫി പൗഡർ എന്തൊക്കെയോ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ അവർ പുറത്തുനിന്ന് എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓണർ വാസ് സോ അടിപൊളി. എന്നുവെച്ചാൽ കുഴപ്പമില്ല, പുള്ളിയെല്ലാം നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് ഐ നോ ദാറ്റ് ഐ എം ലുക്കിംഗ് വെയർഡ് ബിക്കോസ് ഓഫ് ഐ ഡോണ്ട് പുട്ട് ഈവൻ എ ലിപ് ബാം ഓൾസോ. അപ്പം ഓണർ ഓക്കെ ആയിരുന്നു. ഇവിടെ വേണ്ട എല്ലാ ആവശ്യങ്ങളും, നമുക്ക് റൂമിലേക്ക് വേണ്ട ആവശ്യങ്ങളും പിന്നെ ഫുഡ് പറഞ്ഞ ഓർഡറും ഒക്കെ, ഫുഡ് വാസ് ഓൾസോ ഗുഡ്. അങ്ങനെ
എല്ലാം എത്തിച്ചു തന്നു കറക്റ്റ് ടൈമിൽ എല്ലാം. സോ അതായിരുന്നു ഇവിടുത്തെ ഒരു മോസ്റ്റ്. പിന്നെ വണ്ടി അറേഞ്ച് ചെയ്തു തന്നു. നമുക്ക് ഇന്നലെ രാത്രി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോയപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. സോ അങ്ങനെ കുറേ പുള്ളി ചെയ്ത് തന്നു. സോ ആൾക്കാരിതിലൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ സ്റ്റേ നമ്മൾ കുറച്ചുകൂടി നൈസ് ആയിട്ടുള്ള റൂമായിരുന്നു ഉദ്ദേശിച്ചത്. ബട്ട് നമുക്ക് കിട്ടിയില്ല എന്നല്ല, ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ മിസ്കമ്മ്യൂണിക്കേഷനായി. അങ്ങനെ അവസാനം ബാക്കിയെല്ലാം ബുക്ക്ഡായി. ഇവിടെയായിരുന്നുള്ളൂ. ആൻഡ് ഇവിടെ എല്ലാ 3 റൂംസിലും ഏറ്റവും മെച്ചപ്പെട്ട റൂമാണ് നമ്മൾ എടുത്തത്. ബാക്കിയെല്ലാം ബുക്കായി. യാ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തുണ്ട് വിശേഷം? ഇനി വേഗം ഒന്ന് ചായ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകണം വീട്ടിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. വേറെ എന്താണ് വിശേഷം? ഇനി ഇവരെ പോയി വിളിക്കട്ടെ. എനിക്ക് അങ്ങനെ കൂടുതൽ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച് വന്നതിൻ്റെ ശേഷം എനിക്ക് പിന്നെ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അനന്യ ഫുഡ് കഴിച്ച് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ അനന്യ അവിടെ വീണു. മുട്ട 2 സ്ക്രാച്ചായി. പിന്നെ അതിൻ്റെ ഒരു ഇതിലായിപ്പോയി. മീൻസ് വലിയ സീനില്ല, എന്നാലും പിന്നെ മറന്നുപോയി വ്ളോഗ് എടുക്കാൻ. വന്ന് വേഗം, കാരണം നല്ല ടയേർഡായിരുന്നു. ഞാൻ വേഗം കിടന്നുറങ്ങി. ഫ്രഷായപ്പോൾ തന്നെ ഉറങ്ങി. അതാണ് ഉണ്ടായത്. സോ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ മൈക്ക് എടുക്കാൻ വരെ മറന്നുപോയി. യാ, എന്ത് ചെയ്യാനാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് ഇനി ഞാൻ ഇവരെ വിളിക്കട്ടെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും മറ്റും കാണിക്കാം. നമ്മളെന്തായാലും റെസ്റ്റോറൻറ്റ് പോകുമെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വരുത്തിക്കുമോ എന്താണെന്നറിയില്ല. പറ്റുകയാണെങ്കിൽ അവിടെ പോയി കഴിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. കാരണം ഇവിടെ പിന്നെയും മെസ്സാക്കണ്ടല്ലോ. ഇവരെങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ച് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും മറ്റും കാണിച്ചു തരും. ഓക്കെ. In the crowd where you guys are playing, we've been drinking, so now we're praying they don't find us, 'cause man we're wasted. Feels like time is making. ഞങ്ങൾ പോവുകയാണ്. എവിടെ? ഞങ്ങളല്ല, നീ. ഞാൻ പോവുകയാണ്. അറിയോ ചോദിച്ച എനിക്ക് തന്നില്ല. How was the trip? Very amazing. ട്രിപ്പ് എന്നൊന്നും പറയാനില്ല. 1 day ആണ് നമ്മൾ നിന്നത്. How's it? കൊനസ്റ്റ കാണിക്കാതെ വർത്താനം മൊഴിയൂ മിസ്റ്റർ. നീ എനിക്ക് ലിപ്സ്റ്റിക്, ഇവളൊരു ലിപ്സ്റ്റിക് ചോദിച്ചു തന്നു. ഗൈസ് ഇന്നലെ കൊടുത്ത ഫുൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ആവൂല എല്ലാം കൂടി എടുത്തിടാൻ. ഗൈസ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇനി നമ്മൾ മൈസൂര് വന്നാൽ അല്ല, ഇനി അടുത്ത ആഴ്ച ട്രിപ്പ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല വ്ളോഗിൽ. ഇത് വ്ളോഗിലായോണ്ട് പറയുന്നത്. അതെ, ഇതൊന്നും കാണിക്കല്ലേ പ്ലീസ്. എന്തെന്ന് മേക്കപ്പ് ഇട്ടിട്ടില്ലേ? പിന്നെ എന്തെന്ന്? ഇല്ല, മുഖത്ത് ഇതൊക്കെ കാണിച്ചു. മേക്കപ്പ് ഇട്ടിട്ടില്ലാന്ന്. മേക്കപ്പ് കുളിച്ചിട്ട് ഇരിക്കുകയാണ് താങ്കൾ. 17 Pro കാണിക്കാൻ വേണ്ടിട്ടാണോ? കണ്ടു കണ്ടു. അപ്പൊ കൈസ് അത്രേ ഉള്ളൂ. വേറൊരാൾ അവിടെ പാക്കിങ്. കൊറേ ഡ്രസ്സും കണ്ടോന്ന് ഒരൊറ്റ ദിവസത്തേക്കാ വന്ന. കൊള്ളാം, ഇത്ര അങ്ങോട്ട് ആക്കണ്ട ആന്ന്. ഇപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ഗൈസ് നമ്മളെല്ലാരും പറയുന്നു നമ്മളെ ട്വിങ്സിനെ പോലെയാണ് കാണാൻ. ഡു വി ലുക്ക് സിമിലർ? പറയൂ, നിങ്ങൾ പറയൂ. ബൈ, പീസ്, ബൈ. സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന മിനൂന മധുവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു മിനൂന മധു ഓൺ ദ ഫ്ലോർ. കാണിച്ചേ, കയ്യിൽ ചായപ്പൊടി, കാപ്പിപ്പൊടി എല്ലാം ഉണ്ട്. ഇടും. ഈ തള്ളേനെ നിങ്ങൾ സൂക്ഷിക്കണം. എവിടെ കണ്ടാലും സൂക്ഷിക്കണം. ഏത് ബസ്സിലും ഏത് കാട്ടിലും കണ്ടാൽ സൂക്ഷിക്കുക. Because she is too dangerous, guys. It's അവിടെ കയ്യിൽ ബാംഗിൾസ് നോക്കൂ. I didn't wear these. എനിക്ക് ഇതിൻ്റെ ഒച്ച ഇഷ്ടം. ഹലോ, ഇവരെ കൊണ്ട് എനിക്ക് കഴിയൂല. അൻസേ കണ്ണട
മനസ്സിലായി, അതെനിക്ക് മനസ്സിലായി. ഇതൊക്കെ എൻ്റെ സിപ്സ്. മനസ്സിലായി. എല്ലാം നിങ്ങൾക്കറിയാം ഇത് എന്താണെന്ന്. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഇവിടെ കിട്ടും. ഞങ്ങളതില് നോക്കിയപ്പോ നമുക്ക് കിട്ടിയതേനു ഈ എന്താ നീ ഫസ്റ്റ് പറഞ്ഞത് ഏതേനു? നീ ഫസ്റ്റ് സ്കൈസെറ. നമുക്ക് അത് 3000. ഹീസ് കോളിംഗ്. ഓക്കെ ഗൈസ്, ഞാൻ പോവുകയായി. പിക്ക് ചെയ്യാൻ അവർ വന്നു തോന്നുന്നു. കോൾ ചെയ്തു പക്ഷേ കാണുന്നില്ല. അപ്പം ഇനി കാറിൽ കയറിയിട്ട് കാണാം ഗൈസ്. എന്തായാലും പോട്ടെ. ഇവർക്ക് ബസ് വൈകുന്നേരമാണ്. എനിക്ക് നേരത്തെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. സോ 1:15 എൻ്റെ ബസ് ബുക്ക് ചെയ്തത്. സോ ഐ എം ഗോയിങ് ബാക്ക്. അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. ഇനി കൂടുതലൊന്നും ഞാൻ വ്ളോഗിലിടാൻ പോകുന്നില്ല. സോ അൺടിൽ മൈ നെക്സ്റ്റ് വ്ളോഗ്, സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. If we try to, we can make it. But don't we ever just take some chances and stop your thinking and start your living. Get your shoes on, we're going down.